പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരികളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാനും നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ എന്താണെന്ന് ഗ്രഹിപ്പാനും മനസ്സിന് പുതുക്കുവാനും ദൈവത്തോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ഞാൻ പറയുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ പകരുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹത്തെ അറിയുകയും ദൈവവചനപ്രകാരം നമ്മെ വഴി നടത്തുകയും നിത്യതയുടെ അധികമായ പ്രകാശനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇവിടെ ദൈവത്തിന് നമ്മളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്: ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹമാകുന്നു. പക്ഷേ ഈ ദൈവ സ്നേഹമാണ് എന്നുള്ളത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ചെയ്തത് എന്ന് പറഞ്ഞാൽ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകറ്റി നിത്യജീവൻ നഷ്ടപ്പെട്ടു. നിത്യമരണത്തിന് മനുഷ്യൻ അർഹനായി. നിത്യമരണത്തിന് അർഹനായ മനുഷ്യൻ്റെ കർമ്മമാർഗങ്ങൾക്കോ പ്രവൃത്തി മാർഗങ്ങൾക്കോ ഒന്നും അവനെ രക്ഷിക്കുവാനായിട്ട്, അഥവാ നിത്യജീവനെ ഓഹരിക്കാരനാക്കുവാൻ സാധിക്കാതിരുന്നപ്പോൾ സ്നേഹമാകുന്ന ദൈവം മനുഷ്യരെ, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരെ നിത്യത, ആ നഷ്ടപ്പെട്ടു പോയി നിത്യത അവർക്ക് തിരികെ നൽകുവാനായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഇതാണ് ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ആണ് തൻ്റെ ഏകജാതനായ പുത്രൻ, അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ദൈവവചനത്തിലേക്ക് നമ്മൾ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം ഏകനാണ്, ദൈവം ആത്മാവാണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ താൻ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് നിത്യനരകത്തിന് അർഹനായപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയാണ് ഈ പറയുന്നത്: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നിന്നലെയുമല്ല, ദൈവഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ ഒടുക്കം അറിയുന്നതിനാണ് ദൈവം. അതുകൊണ്ട് ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം വിഭാവനം ചെയ്ത ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പദ്ധതിയാണ് ഈ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായിട്ട് നൽകി തന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തെ നമ്മൾക്ക് ഗ്രഹിക്കുന്നത്, മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ഈ ദുഷ്ടലോകത്തേക്ക്, അഥവാ പാപത്താൽ മലിനമാക്കപ്പെട്ട ഈ ലോകത്തേക്ക് മരിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ, പാപമില്ലാത്ത പുത്രനെ, ദോഷമില്ലാത്തവനെ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. തുടർന്ന് പറയാണ്, ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് ഈ പുത്രനെ നമുക്ക് നൽകി തന്നെ. അതുകൊണ്ട് ദൈവജനം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചു. ആ സ്നേഹത്തെ മനസ്സിലാക്കി ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതയാത്ര നാം ഓരോരുത്തരും ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. നിത്യനായ ദൈവത്തോടു കൂടി നിത്യത മുഴുവൻ നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. മാത്രമല്ല, ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം, പാപങ്ങളിൽ വിട്ടുതിരിയണം, ദൈവം നമ്മുടെ രക്ഷയ്ക്ക് അയച്ച ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം, പാപക്കറകളെ കഴുകിക്കളയണം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം, ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നാം ഓരോ ദിവസവും ജീവിക്കണം, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളായി നാം ഓരോരുത്തരും തീരണം. ഇതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. അപ്പം ഇങ്ങനെ ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കുന്നു, സമയം അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നാം വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മളോട് അടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവം കണ്ടിട്ടുള്ള, ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടണം,
എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ ദൈവത്തിനറിയാം ആരൊക്കെയാണ് ഈ വചനം കേട്ട് ഏറ്റെടുത്ത് പാപവഴിയിൽ വിട്ടുതിരിഞ്ഞ് വരുന്നതെന്ന് ദൈവത്തിനറിയാം. കാരണം ദൈവത്തിന് തുടക്കത്തിൽ ഒടുക്കം അറിയാം. അപ്പോൾ ആ ഒരു ശേഷിപ്പ് ഈ നാളുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം കേൾപ്പാൻ ദൈവം നമുക്ക് അവസരം തരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മളെ ന്യായം വിധിക്കും എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. ഞാൻ നിങ്ങളെ അറിയിച്ച സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം ഒരിക്കലും നമുക്ക് ന്യായവിധിക്ക് കാരണമാകരുത്. മറിച്ച് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന തേജസ്സിൻ്റെ പൂർണ്ണത പ്രാപിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുവാൻ കേൾക്കുന്ന വചനം മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുഖസുപിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനും നിത്യജീവൻ ഞങ്ങൾക്ക് നൽകി തരുവാനും സ്വന്തം പുത്രനെ ഞങ്ങൾക്കായി അയച്ചത് അങ്ങയുടെ സ്നേഹത്തെ അറിയുവാൻ വലിയ ഭാഗ്യം നൽകിയല്ലോ കർത്താവെ. സ്നേഹത്തെ അറിയാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്ത് ഉണ്ടാകരുത് എന്ന് കർത്താവെ ആഗ്രഹിക്കുകയും അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുകയും ചെയ്യുന്നല്ലോ കർത്താവ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സമാധാനത്താലും സ്വസ്ഥതയാലും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നിറയ്ക്കണം. എല്ലാ കർത്താവ് അങ്ങയുടെ കൃപ ഓരോ മക്കളോട് കൂടിയിരിക്കണം. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണം. ആവശ്യങ്ങളിൽ കരം കൂടിയിരിക്കണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.